ഗുരുവായൂരിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഒരു രസകാളം തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങ, ഒരു കഷ്ണം മത്തങ്ങ, രണ്ടും ഒരേ അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് വറ്റൽമുളക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് മുന്നായിട്ട് 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മത്തനും കുമ്പളങ്ങയും നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. രണ്ടിനും ഒരേ വേവാണ് കേട്ടോ. ഇതുപോലെ എല്ലാം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഞാൻ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് തൈരും കൂടി ഒഴിച്ച് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ആ അരപ്പ് നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി തിളച്ച് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ നെയ്യ്, കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ച് അതിലോട്ട് ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ രസകാളൻ്റെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.